ഒരു കാലത്ത് ഇടുക്കിയുടെ ഹൈറേഞ്ച് ലോ റേഞ്ച് മേഖലകളിൽ ഒരുപോലെ ഏറെ കൃഷിയിടങ്ങളിൽ കണ്ടിരുന്ന ഒന്നാണ് എള്ള് കൃഷി. കാണാക്കാഴ്ചയായി മാറിയ എള്ള് കൃഷിയെ വീണ്ടും കൃഷിയിടത്തിൽ ഒരുക്കുകയാണ് തൊടുപുഴയിലെ രണ്ട് കർഷക കൂട്ടുകാർ. എള്ളോളമില്ല എള്ള് കൃഷി എന്ന കഴിഞ്ഞ കാലത്തെ ഇടുക്കിയുടെ കഥ മാറുകയാണ്. ഇങ്ങ് കരിമണ്ണൂരിൽ എള്ളുപാടം പൂത്തു നിൽക്കുകയാണ്. കാണാം ആ സുന്ദര കാഴ്ചകളും അറിയാം ആ വിശേഷങ്ങളും. ഒരു കാലത്ത് ഇടുക്കിയിൽ സർവ്വസാധാരണമായ കാഴ്ചയായിരുന്നു എള്ള് കൃഷി. കാലക്രമേണ അവ ഇല്ലാതായി. എന്നാൽ തൊടുപുഴ ഉടുമ്പന്നൂർ സ്വദേശികളായ ഷിബു, റോയ് എന്നീ കർഷകർ 1.5 ഏക്കർ ഭൂമിയിൽ എള്ള് കൃഷി ഇറക്കി പരീക്ഷിച്ചു വിജയിച്ച കാഴ്ചയാണിത്. എള്ളിലെ ഏറെ ഗുണമേന്മയുള്ളതും ഔഷധ ഗുണം ഉള്ളതുമായ കാരളാണ് കൃഷി ഇറക്കിയത്. എള്ള് കൃഷി എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു കൃഷിയാണ്. അതിന് പല ഘടകങ്ങൾ അതിന് അനുകൂലമായിട്ട് വരണം. ഒന്ന് ക്ലൈമറ്റ് വരണം, മറ്റൊന്ന് സീസൺ വരണം, മറ്റൊന്ന് പെട്ടെന്ന് അതിന് 90 ഡേയ്സ് 90 to 100 ഡേയ്സ് ആഴ്ച എള്ള് ചെടിക്കുള്ളൂ. ഇത്രയും ഏരിയ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിന് പല രീതിയിൽ തമിഴ്നാട്ടിൽ നിന്ന് വരെയും എൻക്വയറി വന്നിട്ടുണ്ട്. അത് തീരുമാനമായിട്ടില്ല. കേരളത്തിൽ നിന്ന് ഒരു 3 സ്ഥലത്തു നിന്ന് വന്നിട്ടുണ്ട്. പരിചിതനായ ആൾ വീട് വെക്കാൻ പ്ലോട്ട് തിരിച്ചിട്ട സ്ഥലത്താണ് ഷിബുവും റോയിയും കർഷക വിജയം കൊയ്തത്. കർഷകരും കാർഷിക സംഘടനകളുടെ പ്രതിനിധികളും നാട്ടുകാരുമൊക്കെ എള്ള് കൃഷിയുടെ കൗതുക കാഴ്ചക്കാരാണ്. എള്ള് കൃഷി തുടരാൻ ഇനിയും തയ്യാറാണ് ഇക്കൂട്ടർ. ഡിസംബർ അവസാനം ജനുവരി ഒരു 15 മുമ്പേ ഇത് വിളവെടുത്ത് തീരേണ്ടതാണ്. കാരണം ഇതിൻ്റെ വളർച്ച അത്രയ്ക്കേ ഉള്ളൂ. 3 മാസത്തെ വളർച്ചയാണ് ഇതിനുള്ളത്. അപ്പോൾ ഈ വർഷത്തെ കാലാവസ്ഥ അനുസരിച്ച് ഒരു 10 ദിവസം കൂടി മുമ്പോട്ട് പോകാൻ സാധ്യത. കാരണം കഴിഞ്ഞ ദിവസം വരെ ഇന്നലെ മഴയായിരുന്നു. അപ്പോൾ നല്ല കട്ടിയുള്ള വെയിൽ കിട്ടിയെങ്കിലാണ് ഇത് ഇലയൊക്കെ കൊഴിഞ്ഞ് നമുക്ക് വെട്ടിയെടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ എള്ള് അരി കറുത്ത് വരണം. അപ്പോഴത്തേക്കും ഒരു ജനുവരി 15 ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരള് കിലോയ്ക്ക് 400 രൂപയ്ക്ക് മുകളിലാണ് വില. നല്ലെണ്ണ നിർമ്മാണത്തിനു വേണ്ടി വിവിധ നിർമ്മാതാക്കളും കർഷക സുഹൃത്തുക്കളെ സമീപിച്ചിട്ടുണ്ട്. വൃശ്ചിക മാസം അവസാനിക്കുന്നതോടെ എള്ള് കൃഷിയും അവസാനിക്കും. അടുത്ത ചിങ്ങത്തിനായുള്ള കാത്തിരിപ്പാണ് പിന്നീട്. സൂര്യപ്രകാശം ഏറെ പതിക്കുന്ന കൃഷിയിടങ്ങളിൽ എള്ള് കൃഷി സാധ്യമാകുമെന്ന് ഇവർ പറയുന്നു. മറ്റൊരു കറുത്ത പൊന്നാക്കി മാറ്റാൻ ആവശ്യമായ മാർക്കറ്റും എള്ള് കൃഷിക്കുണ്ടെന്നും ഷിബുവും റോയിയും പറയുന്നു. സനൽ ഇളമ്പച്ചിക്കൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.